നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ലെന്നുറപ്പിച്ചതോടെ KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അലോഷ്യസ് സേവ്യർ. പൂഞ്ഞാർ, ഇടുക്കി സീറ്റുകളിൽ അലോഷ്യസിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും പ്രാദേശികമായി എതിർപ്പുയർന്നതോടെ ഒഴിവാക്കപ്പെടുകയായിരുന്നു. പുതുതലമുറയോടുള്ള അവഗണന സംഘടനയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചെന്നാണ് KSU വിമർശനം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചതോടെ അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സരിക, അല്പസമയം മുമ്പാണ് ഈ രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. മെയിലായാണ് ഈ രാജി സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് KSUവിന് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നാണ് KSU പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ആദ്യം അലോഷ്യസിനെ പരിഗണിച്ചത് പീരുമേട് സീറ്റിലാണ്. അവിടെ പ്രാദേശിക എതിർപ്പ് ഉയർന്നു. അതിന് പിന്നാലെ പൂഞ്ഞാറും ഇടുക്കിയുമായിരുന്നു പരിഗണിച്ചത്. പൂഞ്ഞാർ പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ അലോഷ്യസിന്റെ പേര് വന്നതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. അവിടെ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ ഉയർന്നു. അവിടെ കെട്ടിയിറക്കുന്ന അലോഷ്യസ് സേവ്യറിനെ വേണ്ട എന്നുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായത്. ഇടുക്കിയിലാണെങ്കിൽ ഒന്നിലധികം പേരുണ്ട്. റോയ് കെ പൗലോസിന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ളത് ബിജോ മാണിയുടെ പേരുണ്ട്. അതിന് പിന്നിലായിട്ടാണ് അലോഷ്യസ് സേവ്യറിന്റെ പേര് വന്നത്. അവിടെ ഏറ്റവും ഒടുവിൽ റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയാകുന്ന സ്ഥിതിയാണ്, ആ സാഹചര്യം ആണ് അവിടെ ഉള്ളത്. പിന്നാലെയാണ് അർഹിച്ച പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി അലോഷ്യസ് സേവ്യർ രാജി ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ രാജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് 10 വർഷം കേരളത്തിൽ UDFന് ഭരണമുണ്ടായിരുന്നില്ല. ആ സമയത്ത് സർക്കാരിന് ജനവിരുദ്ധ സർക്കാരിനെതിരെ സമരം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. തെരുവിൽ തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും KSUവിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വേണം. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ മറ്റുള്ള ആളുകളാണ് വരുന്നത് എന്നാണ് ഈ പ്രധാനമായും വിമർശനം ഉയർന്നത്. ഇതോടൊപ്പം തന്നെ KSUവിലെ ഒരു വിഭാഗം പറയുന്നത് ഇതിന് പിന്നിൽ VD സതീശനാണ്. VD സതീശൻ അർഹമായ പരിഗണന കിട്ടാതിരിക്കാൻ ശ്രമിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഇടപെട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പലവിധ സമരങ്ങൾ ചെയ്ത് KSUവിന്റെ പ്രവർത്തകർ ജയിലിലായപ്പോൾ, തലസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോൾ പോലും VD സതീശൻ ജയിലിലേക്ക് വന്ന് ഒരു തവണ പോലും കണ്ടിട്ടില്ല. മാത്രമല്ല, അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര, ജെൻസി കണക്ട് യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയിരുന്നു. പല ക്യാമ്പസുകൾ കയറി വിദ്യാർത്ഥികളുടെ അഭിപ്രായം ശേഖരിച്ചാണ് യാത്ര മുന്നോട്ട് പോയത്. അതിന്റെ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിൽ ക്ഷണിക്കാൻ VD സതീശനെ കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പോലും കൂട്ടാക്കിയില്ല. പരിപാടിയിലേക്ക് സഹകരിക്കാനോ വരാനോ അദ്ദേഹം തയ്യാറായില്ല. കാണാൻ പോലും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അർഹമായ പ്രാതിനിധ്യം കിട്ടാതിരിക്കാൻ കാരണം പ്രതിപക്ഷ നേതാവാണ് എന്നൊരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സമീപകാല തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇതിനു മുൻപ് KM അഭിജിത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. KM അഭിജിത്ത് കോഴിക്കോട് മത്സരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് VS ജോയി ഉണ്ടായിരുന്നു. VS ജോയിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഷാഫി പറമ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അലോഷ്യസ് സേവ്യറിന് മത്സരിക്കാൻ സീറ്റ് നൽകാത്തത്, അല്ലെങ്കിൽ KSU നേതാക്കളെ പരിഗണിക്കാത്തത് വലിയ പ്രതിഷേധാർഹമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കടുത്ത തീരുമാനത്തിലേക്കാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോയിട്ടുള്ളത്. ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നു. സരിക.